ഓം ന ഗുരോരധികം തത്വം ന ഗുരോരധികം തപഃ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ പഠിതാക്കളെ, ഏവർക്കും നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവദശകം കൃതിയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൻ്റെ നന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ലോകത്തിന് കനിഞ്ഞ് അനുഗ്രഹിച്ചു നൽകിയ ദൈവദശകം കൃതി. ഏകദേശം 6 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 7ാമത്തെ ശ്ലോകമാണ് പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. ഇവിടെ ദൈവത്തിൻ്റെ യഥാർത്ഥ രൂപം എന്തെന്ന് മഹാഗുരു വ്യക്തമാക്കി തരികയാണ്. നീ സത്യം, ദൈവമേ നീ സത്യമാകുന്നു. സത്യമാകുന്നു എന്ന് പറയുമ്പോൾ 3 കാലങ്ങളിലും മായാതെ മറയാതെ നിത്യസത്യസ്വരൂപമായി നിൽക്കുന്ന ചൈതന്യമാണ് ദൈവം. 3 കാലങ്ങളിലും. അതുതന്നെയാണല്ലോ മഹാഗുരു നമ്മളോട് പറഞ്ഞത്. നാം ശരീരമല്ല, പിന്നെയോ അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും നാം ഉണ്ട്, ഇപ്പോഴും നാം ഉണ്ട്, ഈ ശരീരം പോയാലും നാം ഉണ്ട്. 3 കാലങ്ങളിലും നിലനിൽക്കുന്നു എന്ന സത്യം മഹാഗുരു സുവ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ നീ സത്യം. വീണ്ടും പറയുന്നു ജ്ഞാനം. ജ്ഞാനമെന്ന് പറഞ്ഞാൽ അറിവാണ്. ദൈവം അറിവാകുന്നു, ഗുരു അറിവാകുന്നു. 2 കാര്യങ്ങളും ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. പിന്നെ പറയുന്നു ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇവിടെ സുഖമാണ്. സുഖം എന്ന ആ ഒരു ചൈതന്യത്തെയാണ് ആനന്ദം എന്ന പദം കൊണ്ട് മഹാഗുരു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. മൊഴി, നിന്റെ മൊഴി. മൊഴി മീൻസ് വാക്ക്. വാക്കെന്ന് പറയുമ്പോൾ ഓതും മൊഴിയും ഓർക്കിൽ നീ. ഓതും മൊഴി അല്ലെങ്കിൽ ഗുരു പറയുന്ന വാക്ക്, അത് നീ തന്നെയാണ്, ദൈവം തന്നെയാണ്. ഓതും മൊഴിയും ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം സത്യമാകുന്നു. ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് സത്യമാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും. കണ്ടോ, വർത്തമാനം എന്നാണ് ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുക, 3 കാലങ്ങൾ: വർത്തമാനം, ഭൂതം, ഭാവി. 3 കാലങ്ങൾ. വർത്തമാനത്തിൽ നിന്നാണല്ലോ ഭൂതമുണ്ടാകുന്നത്, വർത്തമാനത്തിൽ നിന്നാണല്ലോ ഭാവി ഉണ്ടാകുന്നത്. ഇവിടെ ഗുരു ഈ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. വർത്തമാനകാലത്തെ ആരെല്ലാം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അവരുടെ ഭൂതവും നന്നായിരിക്കും, ഭാവിയും നന്നായിരിക്കും. എത്ര വിശാലമായ കാഴ്ചപ്പാടിലൂടെയാണ് ദൈവത്തെ വർത്തമാനമായി മഹാഗുരു കണക്കാക്കിക്കൊണ്ട് നമ്മളോട് ഈ സത്യം വെളിപ്പെടുത്തി തരുന്നത്. നീ സത്യം, നീ സത്യമാകുന്നു, നീ അറിവാകുന്നു, നീ വർത്തമാനമാകുന്നു, പിന്നെയോ നീ ആനന്ദമാകുന്നു, നീ സുഖസ്വരൂപമാകുന്നു എന്ന് പറയുകയാണ്. സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. സത്യം രണ്ടില്ല.
സത്യം എന്നെന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ദൈവം എന്ന ചൈതന്യം ഈ ഭൂമി പ്രപഞ്ചത്തിൽ എല്ലാറ്റിനെയും നിയന്ത്രിച്ചുകൊണ്ട് സത്യമായി നിൽക്കുന്നു എന്ന് പറയുന്നു. പിന്നെ നമുക്കറിയാമല്ലോ, ഇവിടെ ഈശ്വരൻ എന്ന് പറയുന്ന സത്യം മായാതെ മറയാതെ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളെല്ലാം ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്നെന്നും ഇവിടെ നിലനിൽക്കുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കണം. ദൈവം സച്ചിദാനന്ദ സ്വരൂപനാണെന്നും അതേപോലെ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും ദൈവം തന്നെ ആണ് എന്നാണ് ഗുരു ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിരിക്കുന്നത്. ദൈവം സച്ചിദാനന്ദ സ്വരൂപനാണ്. ദൈവം സത്ത് ചിത്ത് ആനന്ദമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു വർത്തമാനമാണ്, ഭൂതമാണ്, ഭാവിയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ് വർത്തമാന കാലത്തിൽ സംഭവിക്കുന്നത്. ഞാനിവിടെ ഇരുന്ന് പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. കണ്ടോ, എനിക്കും നിങ്ങൾക്കും ഒരേപോലെ അനുഭവപ്പെടുന്ന കാര്യമാണ് വർത്തമാനം എന്ന് പറയുന്നത്. വർത്തമാനത്തിൽ നിന്നാണ് ഭൂതവും ഭാവിയും ഉണ്ടാവുന്നത്. അപ്പോൾ ദൈവം വർത്തമാനമാണ്, ദൈവം ഭൂതമാണ്, ദൈവം ഭാവിയാണ്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. ഓതും മൊഴി എന്ന് പറയുന്നത് വേദമാണ്, മൊഴി എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ വേദാന്ത കാര്യങ്ങൾ നല്ലതുവണ്ണം മനസ്സിലാക്കിക്കൊണ്ട് ഗുരു ആ സത്യം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഗുരു ഓതുന്ന മൊഴിയും സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ മൊഴി, വാക്ക് ആരുടെ മൊഴിയാണ്? ഗുരുവിൻ്റെ വാക്ക്. ഗുരു ഓതും മൊഴി എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരു ഓതിത്തരുന്ന മൊഴി അല്ലെങ്കിൽ വാക്ക് അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ, അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ ക്ഷരമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ്. ഗുരു നമുക്ക് ഓതിത്തന്ന മൊഴി അത് വേദമാണ്, അത് വേദാന്ത രഹസ്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ സമന്വയപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തിന് എല്ലാ നന്മകളും വന്നു ചേരാൻ കാരണമാകുന്ന അല്ലെങ്കിൽ സാധ്യമാകുന്ന വാക്കുകളാണ് ഗുരു നമുക്ക് ഓതി തന്നിരിക്കുന്നത്, പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ വാക്കിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ആ വാക്കുകൾ നാം സ്വീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് ഉയരാൻ സാധിച്ചു. ശരിയല്ലേ? ഗുരു അവസാനം നമുക്ക് ഓതിത്തന്ന വാക്ക് 1928 അവസാനമായി ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് മഹാഗുരു നമ്മളോട് പറഞ്ഞു, നമുക്ക് വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, ശാസ്ത്ര സാങ്കേതിക പരിജ്ഞാനം, ഇങ്ങനെയുള്ള കൈത്തൊഴിൽ, ഇങ്ങനെയുള്ളതായ ഐശ്വര്യ മാർഗങ്ങൾ നാം ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതെല്ലാം ഗുരു പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ ജീവിതത്തിലേക്ക് സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായ നിലവാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ നാം എല്ലാ രീതിയിലും ഉയർന്നില്ലേ? അപ്പോൾ ഗുരു ഓതിത്തുന്ന വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അത് വേദമാണ്, വേദമന്ത്രങ്ങളാണ്. വേദം എന്നാൽ അറിവ്, വേദാന്തം, അറിവിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളാണ് ഗുരു നമുക്ക് ഓതി തന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ദൈവദശകൃതി പഠിക്കുമ്പോൾ ഗുരുവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം പഠിക്കുവാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഗുരു നമുക്ക് സ്വയം പ്രത്യക്ഷപ്പെട്ട് ഗുരുവിനെ തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് എന്ന സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടി ആലപിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അല്ലയോ ദൈവമേ, ഒരിക്കൽ കൂടി ഞാൻ അതിൻ്റെ അർത്ഥം ഒന്ന് പറയുകയാണ്. അല്ലയോ ദൈവമേ, അവിടുന്ന് സത്യമാണ്, അവിടുന്ന് ജ്ഞാനമാണ്,
കാലത്രയമായ വർത്തമാനവും ഭൂതവും ഭാവിയും അവിടുന്ന് തന്നെയാണ്. മാത്രമല്ല ഓതും മൊഴിയും അല്ലെങ്കിൽ അങ്ങയുടെ വാക്കും അതും അവിടുന്ന് തന്നെയാണ്, ദൈവം തന്നെയാണ്. ദൈവം നാശഹീനനായി സത്യമായി ആത്മചൈതന്യമായി സച്ചിദാനന്ദമായി ഭൂമിപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുക. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.